കിടത്തി ചികിത്സ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം സർക്കാർ ഹോമിയോ ആശുപത്രി ഐക്യ ജംഗ്ഷന് സമീപം കണ്ണമ്പള്ളി ഭാഗം നിച്ചൂസ് വില്ല ഊരൈപ്പറമ്പിൽ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു. കിടത്തി ചികിത്സ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി ഐക്യ ജംഗ്ഷന് സമീപം കണ്ണമ്പള്ളി ഭാഗം നിച്ചൂസ് വില്ല ഊരായിപ്പറമ്പിൽ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു. ജനങ്ങൾക്ക് സുരക്ഷിതമായ ചികിത്സാ രീതി എന്ന തലത്തിൽ ഹോമിയോപ്പതിയുടെ പ്രചാരം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ മികച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിന് മെച്ചപ്പെട്ട ഭൗതിക സൗകര്യം ഒരുക്കി നൽകുന്നതിനുള്ള നഗരസഭയുടെ ഇച്ഛാശക്തിയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിലൂടെ വെളിവാകുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് അയ്യങ്കോയ്ക്ക് കോളനി. അപ്പോൾ വരുന്ന ഞങ്ങൾ നോക്കുമ്പോൾ പിന്നെ ഇവിടെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രദേശത്തെ ആളുകളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതിന് വേണ്ടി ഈ നഗരസഭ ഭരണാധികാരികൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അയ്യങ്കോയ്ക്ക് കോളനിയിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി കെട്ടിടം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ മോഡിഫിക്കേഷൻ നടത്തി അവിടെ ഇപ്പം നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അലോപ്പതിയായി ആയുർവേദം അപ്പുറത്തോട്ട് മാറിയെങ്കിലും തൊട്ടടുത്ത് തന്നെ. പക്ഷേ ഇവിടെ കൊണ്ടുവരാനാണ് ഞാൻ പറയുന്നത്, കെട്ടിടം കണ്ടെത്താൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഹോമിയോ ഞങ്ങൾ ഈ പറയുന്ന കൂട്ട് ഒരുപാട് കെട്ടിടങ്ങൾ നോക്കി, നമുക്കെല്ലാം IP-യും OP-യും കൂടെ പ്രവർത്തിക്കാതൊക്കെ ഒരു കെട്ടിടം ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഏതായാലും ഇതിൻ്റെ നിച്ചൂസില്ലേ ഒരു കെട്ടിടം നമുക്ക് വന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി. കാരണം എല്ലാ സൗകര്യവും ഇത്രയും മാത്രം ഒരു സൗകര്യമുള്ള ഒരു കെട്ടിടം വേറെ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ അതിൻ്റെ ഒരു സെൻറ്റർ തുടങ്ങാൻ പറ്റി. നമുക്ക് OP, അതുപോലെ തന്നെ IP, പിന്നെ ഫാർമസി, ലാബ് എന്ന് വേണ്ട എല്ലാ സൗകര്യവും നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഒത്തിരി കാലം നമുക്കിങ്ങനെ പോകാൻ പറ്റത്തില്ല, വാടക കൊടുക്കണ്ടേ. നമുക്ക് അവിടെ കെട്ടിടം വരണം. അവിടെ കെട്ടിടം പോകാൻ എന്താ കാര്യം? കഴിഞ്ഞ ദിവസം ഒരു തെറ്റായ വാർത്ത, എല്ലാ കാര്യങ്ങൾക്കും എല്ലാം കൗൺസിലിൽ വന്നിട്ടാണ് ഇതെല്ലാം അവിടുത്തെ കെട്ടിടം മാറ്റുന്ന അടക്കം, ഈ വാടക കെട്ടിടത്തിലേക്ക് ഈ കെട്ടിടം മാറ്റുന്ന അടക്കം കൗൺസിലിൽ വന്നിട്ടാണ്. ഈ പറയുന്ന ഇടതുപക്ഷവും പ്രതിപക്ഷവും ഒന്നടങ്കം എല്ലാവരും എല്ലാവരും ഏകാണ്ടമായിട്ടാണ് ഈ കെട്ടിടം എടുക്കുന്നതിന് വേണ്ടി അനുമതി. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കെട്ടിടം എങ്ങനെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ആ കെട്ടിടം എന്നാൽ മെയിൻ്റെനൻസ് ചെയ്ത് ഉയർത്തിക്കൊണ്ട് കെട്ടാമെന്ന് നോക്കിയപ്പോൾ അതിന് പറ്റുന്നില്ല. അവിടെ ഒരു വിഷയം എന്താ, ചതുപ്പാണ്. ആ ചതുപ്പായിട്ട് കിടന്ന സ്ഥലത്ത് കുറച്ച് എനിക്ക് തോന്നുന്നു കായൽ മണ്ണോ അങ്ങനെയൊക്കെ കുറേ വാരി ഇട്ടിട്ട് അത് പൊക്കിയിട്ടാണ് അവിടെ രണ്ട് ബിൽഡിംഗ് വന്നിട്ടുണ്ട്. OP നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞ മഴവെള്ളം നമുക്കറിയാം, വല്ലാത്ത പ്രതികൂല സാഹചര്യങ്ങളിലൂടെയായിരുന്നു നമ്മുടെ പ്രദേശത്ത് മഴ പെയ്തിറങ്ങിയത്. ആ സാഹചര്യത്തിൽ നമുക്ക് IP തീരെ അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പൊ IP-ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കെട്ടിടം കണ്ടെത്തേണ്ട സാഹചര്യം വന്നു. അങ്ങനെയാണ് HMC-യുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് തന്നെ തൊട്ടടുത്തേക്ക് ഒരു IP ബ്ലോക്ക് മാറ്റുന്നതിനുള്ള സംവിധാനം പോയി. നമുക്കറിയാം വാടക കെട്ടിടങ്ങളൊക്കെ ഒരുപാട് വീടുകൾ കിട്ടും, പക്ഷേ ആശുപത്രിയുടെ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾക്കുള്ള വാർഡ്, പുരുഷന്മാർക്കുള്ള വാർഡ്, ലാബ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളോടും കൂടി IP OP ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു കെട്ടിടം വലിയ രീതിയിൽ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ അഡ്വാൻസും ഡെപ്പോസിറ്റും ഒന്നും കൊടുക്കാതെ ആരും വാടക കെട്ടിടം തരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞവരുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ 43-ാം വാർഡിലുള്ള നിച്ചൂസ് വില്ല ഊരിയപ്പറമ്പിൽ കണ്ണമ്പള്ളി ഭാഗം എന്നുള്ള നമ്മളിപ്പോൾ ഇവിടെ യോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനം നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. പുതിയ കെട്ടിടത്തിൽ OP, IP സേവനങ്ങളോടൊപ്പം ക്ലിനിക്കൽ ലബോറട്ടറി, ഫിസിയോതെറാപ്പി എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കായംകുളം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫസാന ഹബീബ്, നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.